മുളന്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 13 മുതൽ 15 വരെയാണ് പ്രചരണ ജാഥ. സെപ്റ്റംബർ 17 നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ചും കുറ്റപത്രം സമർപ്പിക്കലും CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്യും. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് UDFന്റെ ഭരണസമിതി മുന്നോട്ടു പോകുന്നത് എന്ന ആരോപണവുമായിട്ടാണ് LDF മുളന്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥയും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും കുറ്റപത്ര സമർപ്പിക്കലും നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ മോഹന വാഗ്ദാനങ്ങൾ നാളിതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്നും LDF മുളന്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. കൂടാതെ വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പഞ്ചായത്താണ് മുളന്തുരുത്തിയെന്ന് കേരള കോൺഗ്രസ് M പിറവം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺസ് പാർപ്പാട്ടിൽ ആരോപിച്ചു. UDF സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുളന്തുരുത്തിയിൽ അവർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രകടന പത്രിക അടിച്ച് ഇറക്കിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 10-20 വിഷയങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം പോലും ഈ 20 വിഷയത്തിൽ ഒരു വിഷയം പോലും അവർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനകത്തൊരു തുടക്കം കുറിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്. അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളാണെങ്കിൽ തന്നെ മുളന്തുരുത്തിയിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 13, 14, 15 തീയതികളിലാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥ സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 17 തീയതി രാവിലെ 10 മണിക്ക് LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ചും കുറ്റപത്ര സമർപ്പണവും CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് ഉദ്ഘാടനം ചെയ്യും. SC വിഭാഗത്തിന് വേണ്ടി അവരുടെ ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയാണ് അന്നത്തെ ഭരണസമിതി ആ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ എന്നാൽ പിന്നീട് വന്നിട്ടുള്ള UDFന്റെ ഭരണസമിതി അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഏകാധിപത്യ മനോഭാവത്തോടെ ഞങ്ങളെ ആര് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾ ആരെയും സഹായിക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളെ അടക്കമുള്ള ആളുകളെ പല മേഖലകളിലായി തിരികെ കയറ്റിക്കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ മറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി, ഒരു പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്നതുള്ളതാണ് മുളന്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു രീതി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 4 ദിവസത്തെ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പത്രസമ്മേളനത്തിൽ മുളന്തുരുത്തി LDF ചെയർമാൻ PD രമേശൻ, കൺവീനർ ടോമി ജോർജ്, CPI ലോക്കൽ സെക്രട്ടറി OA മണി, RJD ജില്ലാ സെക്രട്ടറി ദുർഗ പ്രസാദ്, കേരള കോൺഗ്രസ് M പിറവം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺസ് പാർപ്പാട്ടിൽ, പ്രസിഡന്റ് ജിബി ഏലിയാസ്, പഞ്ചായത്ത് അംഗം ലിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. മുളന്തുരുത്തിയെ സംബന്ധിച്ച് കൃഷി മുഖ്യമായ ഒരു തൊഴിലായി സ്വീകരിച്ചു പോന്നിരുന്നതാണ്. അതിന് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും എല്ലാം നല്ല സഹായങ്ങളും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ മാറി വരുന്ന ഭരണസമിതിയും പ്രത്യേകിച്ചും ഈ ടൈമിലെ ഭരണസമിതി കൃഷിക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. ആരും വീണുപോകും. റെസ്റ്റോറന്റ് തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.